സ്വന്തമായിട്ട് ഒരു മെയിൽ ഐ ഡി ഉണ്ടോ? ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലാം ഈ മെയിൽ ഐ ഡി കൊടുത്തിട്ട് അവസാനം ഇൻബോക്സ് തുറക്കുമ്പോൾ മെസ്സേജസ് കാരണം കൊണ്ട് ഓപ്പൺ ചെയ്യാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമുള്ളതാണ് ഈ വീഡിയോ. ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ. നമുക്കറിയാം ഇപ്പൊ ജിമെയിൽ തന്നെ ബൾക്കായിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും, നമുക്ക് ആവശ്യമുള്ള മെസ്സേജസ് പോലും ഇതിനകത്ത് സെലക്ട് ആയി പോകും. അപ്പൊ പിന്നെ നമുക്ക് അതിനെ റിമൂവ് ചെയ്യാനായിട്ട് ഇരിക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആ കാറ്റഗറി വൈസ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നേരെ ഗൂഗിളിൽ പോയി ജിമെയിൽ ഓപ്പൺ ചെയ്യുക. അവിടെ സെറ്റിംഗ്സിൽ പോയാൽ നിങ്ങൾക്ക് സീ ഓൾ സെറ്റിംഗ്സ് എന്നുള്ളത് കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ലേബൽസ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. ഇതിന്റെ അടിയിൽ കാറ്റഗറീസിൽ പോവുക. ഇവിടെ ഷോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറി വൈസ് ആയിട്ട് മെസ്സേജസ് കാണാൻ പറ്റും. ഇത് ഓരോന്നിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിലീറ്റോൾ കൊടുക്കാനും പറ്റും. ഇങ്ങനെ ചെയ്താൽ തന്നെ 90% മെസ്സേജസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്സിന്റെ ഒക്കെ മെയിൽ ഐ ഡിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ മെയിൽ ഐ ഡിന്ന് നിങ്ങൾക്ക് മെസ്സേജസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ജസ്റ്റ് വന്നിരിക്കുന്ന മെസ്സേജ് ഓപ്പൺ ചെയ്യുക. ഇതുപോലെ മുകളിൽ തന്നെ അൺസബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ താഴെ ഇതുപോലെ ചെറുതാക്കിയിട്ട് അൺസബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. ഇനി ഇതും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിൽ വരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ മെസ്സേജസിനെയും റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഒപ്പം പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്.